നൈറ്റ് ഡ്യൂട്ടി, ഡേ ഡ്യൂട്ടി, വീക്കെൻഡ്സ്, വീക്ക് ഡേയ്സ്, ഇതെല്ലാം ചെയ്ത് വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഫുൾ ടൈം നഴ്സസിനേക്കാളും സാലറി കൂടുതൽ ഏജൻസി നഴ്സസിനാണ്. ഡു യു തിങ്ക് ഏജൻസി നഴ്സസ് എൻസ് എ ലോട്ട് ഓർ ഈസ് ദിസ് ജസ്റ്റ് എ മീഡിയ ഹൈപ്പ്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ് ഏജൻസി നഴ്സസ് വേഴ്സസ് ഫുൾ ടൈം സ്റ്റാഫ് നഴ്സ്, വിച്ച് വൺ ഈസ് ബെറ്റർ ഇൻ 2026. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാലറിനെ കുറിച്ചാണ്. അപ്പം ഫുൾ ടൈം നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും നമ്മൾക്ക് ഏജൻസി നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സാലറി വളരെയധികം കൂടുതലായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഫുൾ ടൈം നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 euro പെർ അവർ ആണ് സാലറി കിട്ടുന്നതെങ്കിൽ, നമ്മളൊരു ഏജൻസി നഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് സാലറി തന്നെ 35 യൂറോളം വരും. 35 to 80 യൂറോ വരെയൊക്കെ നമുക്ക് സാലറി കിട്ടും. അപ്പം ഇത് നമ്മുടെ ഡിപ്പെൻസ് അപ്പോൺ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് സ്കിൽ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് വേരി ചെയ്യാം. അതായത് ഇപ്പം നിങ്ങളൊരു ക്രിട്ടിക്കൽ സ്കിൽ നഴ്സിംഗിലൊക്കെ സ്പെഷ്യലൈസേഷൻ എടുത്ത നേഴ്സുമാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ്, അതായത് ഏജൻസി നഴ്സിംഗിലെ തന്നെ ഏറ്റവും കൂടുതൽ കൂടിയ ബാൻഡിലുള്ള പേ റേറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇത് തന്നെയാണ്, അതായത് ഈ പേ റേറ്റ് തന്നെയാണ് ഏജൻസി നഴ്സിംഗിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. ഏജൻസി നഴ്സിലെ പേ റേറ്റ് തന്നെയാണ്, അതായത് ഏജൻസി സ്റ്റാഫിനാണ് എപ്പോഴും സാലറി കൂടുതലായിട്ട് കിട്ടുക. നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ജോബ് ഫ്ലെക്സിബിലിറ്റി. ഏജൻസി നഴ്സിംഗിൻ്റെ ജോബ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഡ്യൂട്ടി ചെയ്യാം, വേണ്ടെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന വീക്കിൽ ഡ്യൂട്ടി ചെയ്യണ്ട. അതായത് നമ്മുടെ ഡ്യൂട്ടി റോട്ട ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് ഫുൾ ടൈം നഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി റോട്ട ഡിസൈൻ ചെയ്യുന്ന നമ്മുടെ CNMs ഒക്കെ ആയിരിക്കും. പക്ഷേ ഏജൻസി നഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്നൊക്കെ ഡ്യൂട്ടി ചെയ്യണം, എന്നൊക്കെ നമുക്ക് ഓഫ് എടുക്കാം, എന്നൊക്കെ എനിക്ക് ഡ്യൂട്ടി ചെയ്യണം, എന്നൊക്കെ ഏതൊക്കെ പബ്ലിക് ഹോളിഡേയ്സിൽ എനിക്ക് എടുക്കണം, ഏതൊക്കെ സൺഡേയ്സ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യാനായിട്ട് ഏജൻസി നഴ്സിംഗിൽ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസും നല്ല രീതി കോപ്പപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലിയുടെ കൂട്ടത്തിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഏജൻസി നഴ്സിംഗിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. ഓക്കെ, പക്ഷേ ഫുൾ ടൈം നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് സൺഡേയ്സ്, വീക്കെൻഡ്, നൈറ്റ്സ്, വീക്ക് ഡേയ്സ്, ഈ ഡ്യൂട്ടീസ് എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല, അതെല്ലാം മാൻഡേറ്ററി ആണ് തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ജോബ് സ്റ്റെബിലിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ജോബ് സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏജൻസി നഴ്സിംഗിൻ്റെ താട് തന്നെ ഇരിക്കും. കാരണം ജോബ് സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റീസ് ഓഫ് കോഴ്സ് 100% നമുക്ക് അഷ്വർ ചെയ്യാവുന്നത് ഒരു ഫുൾ ടൈം സ്റ്റാഫ് നഴ്സിന് തന്നെയാണ്. കാരണം ഏജൻസി നഴ്സിംഗിൽ ആ ജോബിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവൈലബിലിറ്റി, ഷിഫ്റ്റ് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്കത് മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് എല്ലാ വീക്കിലും 5 days അല്ലെങ്കിൽ എല്ലാ ദിവസവും ഡ്യൂട്ടി കിട്ടണമെന്നില്ല. ചിലപ്പോൾ അതൊരു 2 to 3 days നമുക്ക് ഷിഫ്റ്റ് കിട്ടിയുള്ളതായിരിക്കും. ചിലപ്പോൾ നമുക്ക് ചില ആഴ്ചയിൽ ഒരു ഡ്യൂട്ടി പോലും കിട്ടിയില്ലെന്നും വരാം. ഓക്കെ, അതൊക്കെ ഏജൻസി നഴ്സിംഗിൻ്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഏജൻസി നഴ്സിംഗിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ഡ്യൂട്ടീസ് നേരത്തെ തന്നെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്ന ഷിഫ്റ്റ് ചില സമയങ്ങളിൽ ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസലായി പോകാറുണ്ട്. അപ്പം അത് നമ്മുടെ ഏജൻസി നഴ്സിംഗിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് വൺ വർക്ക് എക്സ്പോഷർ ആൻഡ് എക്സ്പീരിയൻസ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫുൾ ടൈം നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ഒരു ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കും. ബട്ട് നമ്മൾ ഏജൻസി നഴ്സായിട്ട് കമ്പയർ ചെയ്താൽ ഏജൻസി നഴ്സിൻ്റെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഓരോ പ്രാവശ്യവും അല്ലെങ്കിൽ ഓരോ ഷിഫ്റ്റിൽ ഡ്യൂട്ടിയിലും
അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്നലെ വർക്ക് ചെയ്ത ഒരു ഫെസിലിറ്റിയിൽ ആയിരിക്കണമെന്നില്ല നമ്മൾ നാളെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഡ്യൂട്ടി അവൈലബിലിറ്റി, ഞാൻ പറഞ്ഞല്ലോ, ഷിഫ്റ്റ് അവൈലബിലിറ്റി അനുസരിച്ച് അത് മാറാം. അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അതുപോലെ തന്നെ അങ്ങനെ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ അതുകൊണ്ട് നമുക്ക് തന്നെ അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ക്വിക്കായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള, ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നമ്മുടെ സ്കിൽസൊക്കെ പെട്ടെന്ന് തന്നെ കൂടും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചെറുതായിട്ട് നമുക്കൊരു ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫുൾ ടൈം സ്റ്റാഫ് നഴ്സിന് ഓഫ് കോഴ്സ് വർക്ക് പ്രഷർ ഉണ്ടായിരിക്കും. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏജൻസി നഴ്സസിന് അത്രയും ഒരു വർക്ക് പ്രഷർ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. പിന്നെ ആകെയുള്ള ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും വർക്ക് ഫെസിലിറ്റി മാറുന്നതുകൊണ്ട് പുതിയൊരു സ്ഥലത്ത് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വർക്ക് പ്രഷർ ആണ്. അപ്പം ആ ഒരു കാര്യം അത് ഓക്കെ ആണെന്ന് ഉള്ളവർക്ക് ഏജൻസി നഴ്സിംഗ് കണ്ണുടച്ച് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏജൻസി നഴ്സിംഗിൻ്റെയും ഫുൾ ടൈം നഴ്സസിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഏജൻസി നഴ്സിംഗിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ പറയാം. ഏജൻസി നഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും നഴ്സുമാരുടെ ഷോർട്ടേജ് വരുമ്പോൾ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിൻ്റെ ഷോർട്ടേജ് വരുമ്പം അത് നമ്മുടെ ഏജൻസി നമുക്കത് ഫില്ലപ്പ് ചെയ്ത് തരും. അപ്പം അതിനായിട്ട് ഏജൻസി തന്നെ, അതായത് പർട്ടിക്കുലർ ഏജൻസി വഴി അവർ ഫില്ല് ചെയ്ത് തരും. അങ്ങനെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണ് ഏജൻസി സ്റ്റാഫ് നഴ്സസ്. അപ്പം ആ ഏജൻസി സ്റ്റാഫ് നഴ്സസിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഏജൻസിയാണ്. അവരും ഈ ഹോസ്പിറ്റൽസുമായിട്ട് വേറെ ഇടപാടുകളൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ഹൈലൈറ്റ് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ഏജൻസി നേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ദൂരെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതിലും നമുക്ക് മൈലേജ് അലവൻസ് അല്ലെങ്കിൽ ട്രാവൽ അലവൻസ് അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ അവർ തന്നെ നമുക്ക് തരും. അതായത് 5 പൈസ പോലും മുടക്കില്ല, നമുക്ക് ഡ്യൂട്ടിക്ക് പോകാം, തിരിച്ചു വരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിവിടെ ലിമറയ്ക്കിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു ഷിഫ്റ്റ് കിട്ടിയിരിക്കുന്ന ഗോൾവേ അല്ലെങ്കിൽ ഡബ്ലിനിലാണെങ്കിൽ ഞാൻ ഡബ്ലിനിൽ പോയി തിരിച്ചു വരാനുള്ള പൈസ എന്ന് പറയുന്നത്, അതായത് പെട്രോൾ എത്രമാത്രമായി അതിൻ്റെ പൈസ നമുക്ക് ഏജൻസി തന്നെ നമുക്കത് പേയ്മെൻറ്റിൻ്റെ, അതായത് നമ്മുടെ സാലറിയുടെ കൂട്ടത്തിൽ നമുക്കത് പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, അത് വേറൊരു ഹൈലൈറ്റ് ആണ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ ഡിസിഷൻ എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ജോബ് സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. അതല്ല, വർക്ക് ലൈഫ് ബാലൻസ് ആണ്, എൻ്റെ ഫാമിലിയോടത്തിൽ എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഏജൻസി നഴ്സിംഗ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം അത് പേ റേറ്റും നല്ല രീതിയിൽ കൂടുതലാണ് ഫുൾ ടൈം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ അതല്ല, വേറൊരു ഓപ്ഷനും ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫുൾ ടൈം നേഴ്സായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസവും ഡ്യൂട്ടി ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടത്തിൽ വേണമെങ്കിൽ ഏജൻസി നേഴ്സായിട്ട്, അതായത് രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് വളരെ നല്ലൊരു വൈസായിട്ടുള്ള ഓപ്ഷനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ ഡിസിഷൻ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും പിന്നെ കാര്യങ്ങളും എല്ലാം താഴെ കമൻസ് ആയിട്ട് എന്നോട് പറയണേ. ഓക്കെ, താങ്ക് യു.